കെഎസ്ആർടിസി ജീവനക്കാർ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് പണം നൽകാനുള്ള നിർദ്ദേശം. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. സ്റ്റെഫിൻ, ആദ്യം അറിയേണ്ടത് ഇതൊരു നിർബന്ധിത പണപ്പിരിവാണോ? നിർബന്ധമായും ഇവരൊക്കെയും ഈ പണം നൽകേണ്ടതുണ്ടോ? അക്ഷയ, ഏതായാലും നിർബന്ധിതമായ ഒരു പിരിവ് അല്ല എങ്കിൽ പോലും KSRTC ജീവനക്കാരുടെ ഒരു അവസ്ഥ നമുക്കറിയാം. കാരണം 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മാസം, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ജോലി ചെയ്ത ശമ്പളം അവർക്ക് ലഭിക്കുന്നത് ഇന്നലെയാണ്, 12 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒറ്റ ഗഡുവായി ശമ്പളം 1.5 വർഷത്തിന് അകത്ത് ഇവർക്ക് കിട്ടുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവും വലിയ തോതിൽ ഇരുട്ടടിയാവുന്നത്. കാരണം ഓണമൊക്കെ ആയ സ്ഥിതിക്ക് അവർക്ക് സാധാരണ നൽകാറുള്ള ബോണസോ ഉത്സവ ഭത്തയോ അല്ലെങ്കിൽ സാലറി അഡ്വാൻസ് എടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു നേരത്തെയൊക്കെ. അതെല്ലാം തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബോണസ് ഒന്നും തന്നെ നൽകുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റ് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഇവർക്ക് ഈ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമായിരുന്നു ഈ ഓണക്കാലത്തിന് മുമ്പ്. ആ തരത്തിലുള്ള ഒരു ചർച്ചകളും തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2750 രൂപ മാത്രമാണ് ഇവർക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്തയായിട്ട് ലഭിക്കുന്നത്. അതുപോലും നൽകുന്നതിന് വേണ്ടി KSRTC മാനേജ്മെൻറ്റോ സർക്കാരോ ഗതാഗത വകുപ്പോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ വാർത്തയിൽ സൂചിപ്പിച്ചതാണ്, ബെവ്കോയിൽ ഒരു തൊഴിലാളിക്ക്, അതായത് ഏറ്റവും താഴേക്കിടയിൽ നിന്നുള്ള തൊഴിലാളിക്ക് മുതൽ ഏറ്റവും മുകളിലുള്ള തൊഴിലാളിക്ക് വരെ കിട്ടുന്നത് 95,000 രൂപയാണ് ബോണസ് കിട്ടുന്നത്. പക്ഷേ അതിന് പറയുന്ന ഒരു ന്യായീകരണം ആ കോർപ്പറേഷൻ ബെവ്കോ ബിവറേജസ് കോർപ്പറേഷൻ ലാഭമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഹിതം ആ തൊഴിലാളികൾക്കും കിട്ടുന്നുവെന്ന് മാത്രമാണ്. പക്ഷേ അതിലും ഒരു വ്യത്യാസം, KSRTC ബിവറേജസും പോലെയല്ല, ഇത് ഒരു സർവീസ് മേഖലയാണ്. ഗ്രാമപ്രദേശത്തെ പുറം ലോകവുമായി എത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ ലോകത്തോട് അടുപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സർവീസ് മേഖല കൂടിയാണ് KSRTC. അതുകൊണ്ട് തന്നെ അത് ലാഭത്തിലായിട്ട് ഇത്തരത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കാമെന്നൊരു നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും തന്നെ കഴിയില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബെവ്കോയ്ക്ക് ലാഭം ഉണ്ടാകുന്നതും നേട്ടമുണ്ടാകുന്നതും റെക്കോർഡ് നേട്ടം ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ജീവനക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും അല്ലല്ലോ അവർക്കുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത്. സ്വാഭാവികമായി അതുപോലെ തന്നെ KSRTC ഇത്രമേൽ നഷ്ടത്തിലോടുന്നത് KSRTC ജീവനക്കാർ എടുക്കുന്ന പ്രത്യേക ആറ്റിറ്റ്യൂഡ് കൊണ്ടും അല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ ലാഭത്തിലായതിനു ശേഷം ഈ തൊഴിലാളികളെ സംരക്ഷിക്കാമെന്നൊരു നിലപാട് KSRTC മാനേജ്മെൻറ്റും സർക്കാരും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ വിരുദ്ധമായി പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോണസുകൾ നൽകുക, തുച്ഛമായ ഉത്സവ ഭത്ത 2750 രൂപ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം 21,000-ന് താഴെ ശമ്പളമുള്ളവർക്ക് 7,500 രൂപ ആണ് ബോണസ്. അതിന് മുകളിൽ 21,000-ന് മുകളിൽ ശമ്പളമുള്ളവർക്ക് അത്തരത്തിൽ ബോണസ് ഇല്ല. എന്നാൽ ശമ്പളത്തിന് അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നതിന് വേണ്ടി കഴിയും. അതിന് പിന്നീട് ഒരു 5 മാസം കൊണ്ട് അത് അടച്ചു തീർത്താൽ മതി. അതിനുശേഷം ഉത്സവ ഭത്തയായി 2750 രൂപ, വളരെ തുച്ഛമായ പൈസയാണ്. അതുപോലും കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്ത ഒരു സർക്കാർ മാനേജ്മെൻറ്റാണ് ഇത്തരത്തിൽ 5 ദിവസത്തെ കുറയാത്ത ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഏതായാലും സ്റ്റെഫിൻ പറയ പോലെ നിർബന്ധിത പണപ്പിരിവല്ല എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും അല്ലാത്ത പക്ഷമാണെങ്കിൽ തന്നെയും ഈ കൃത്യമായിട്ട് ശമ്പളം പോലും ലഭിക്കാത്ത, ഒരു തരത്തിലും ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകാത്ത, ഈ ഓണക്കാലത്ത് പോലും ലഭ്യമാകാത്ത തൊഴിലാളികളോട് എങ്ങനെ ചോദിക്കാനാകുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ KSRTC പൊതുഗതാഗത സംവിധാനം ഇതാകെ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഈ വകുപ്പ് ഏറ്റെടുക്കുകയും അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് നിലപാടെന്തെങ്കിലും വന്നിട്ടുണ്ടോ? പക്ഷേ ഏതായാലും ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഒരു പ്രതികരണം ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന്, മന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്നെ വന്നിട്ടില്ല. ഇത് നിർബന്ധിതമായിട്ടുള്ളൊരു പണപ്പിരിവ് ആണ് എന്ന് പറയാൻ കഴിയില്ല, അത് ആ ഉത്തരവിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, PF-ൽ നിന്ന്, അഥവാ ഇവർക്ക് ശമ്പളത്തിൽ നിന്ന് ഇവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് PF-ൽ നിന്ന് എടുത്തുകൊള്ളാം. അങ്ങനെയെങ്കിൽ PF-ലേക്ക് അത് വീണ്ടും തിരിച്ചടച്ചാൽ മതി എന്നൊരു നിബന്ധന കൂടി അതിൽ വെക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PF എന്ന് പറയുന്നത് പെൻഷനായി കഴിഞ്ഞ് ഉള്ള ഒരു സമ്പാദ്യമാണ്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് കണ്ട് ജീവനക്കാർ നിക്ഷേപിക്കുന്ന ഒരു സമ്പാദ്യമാണ്. അതിൽ നിന്ന് എടുത്തുകൊള്ളാം എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് അവർക്ക് ശമ്പളം മുടങ്ങുകയോ, ഈ ഒരു മാസമാണ് യഥാർത്ഥത്തിൽ കൃത്യമായി എന്ന് പറയാൻ കഴിയില്ല, ഒറ്റ ഗഡുവായി ശമ്പളം ലഭിച്ചത്. ഇനി അടുത്ത മാസങ്ങളുടെ എല്ലാം കാര്യം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ശമ്പളം മുടങ്ങിയാൽ ആ PF-ലേക്കുള്ള തിരിച്ചടവ് പിന്നെയും മുടങ്ങും. അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പിന്നെ ജീവനക്കാർ പോകും. അപ്പോൾ കൃത്യമായ ഒരു ധാരണ ഇതുമായി ബന്ധപ്പെട്ടില്ല. ഏതായാലും തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള
TEF അടക്കമുള്ള സംഘടനകളൊന്നും ഏതായാലും ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിന് അനുകൂലമാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. ഏതായാലും ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന തൊഴിലാളി സംഘടനകൾ, KSRTCയുടെ സംഘടനകളൊക്കെ തന്നെ ഈ പണം നൽകുന്നതിന് വേണ്ടി കൂടുതൽ നിർബന്ധിതരാകും. അവിടെയും ചിന്തിക്കേണ്ടത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനകളായാലും അവർക്കും ഇത്തരത്തിൽ ശമ്പളം കിട്ടാത്തൊരു പ്രതിസന്ധിയുണ്ട്. സാധാരണഗതിയിൽ 2 ഗഡുവായിട്ടായിരുന്നു ഇതുവരെ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു ആദ്യ ഗഡു 5-നും 10-നും ഇടയ്ക്കാണ് കിട്ടിയത്. അതിനുശേഷം ഈ 20-ാം തീയതിയോ അല്ലെങ്കിൽ 20-ന് ശേഷമുള്ള തീയതികളിലാണ് 2-ാം ഗഡു ശമ്പളം കിട്ടുന്നത്. ഈ മാസം മാത്രമാണ് 1.5 വർഷത്തിന് ശേഷം ആദ്യമായി ഒറ്റ ഗഡുവായി ശമ്പളം ലഭിച്ചതും. അക്ഷയ, 1.5 വർഷത്തിനിപ്പുറം ആദ്യമായി ഒറ്റ ഘടുവായി ശമ്പളം കൊടുക്കാനായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചോദിക്കാമെന്നുള്ള ധൈര്യത്തിലായിരിക്കും ഒരുപക്ഷെ ചോദിക്കുകയും ചെയ്തത്. കൊലച്ചതി എന്നൊന്നും നമുക്കൊരു പക്ഷേ പറയാനാവില്ല. പക്ഷേ ചതിയിലേക്കുള്ള പാത തുറന്നിടുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ശമ്പളം പോലും കൃത്യമായി കിട്ടാത്തവനോടാണ് ഇത്തരത്തിൽ ചലഞ്ചുമായി സർക്കാർ മുന്നിട്ട് വരുന്നത്. അതും 5 ദിവസത്തെ ശമ്പളം എന്നുള്ള തുക ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്.